നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ തങ്കമിനോയ് റാസൽഖൈമ മാതൃസമാജം നടത്തുന്ന മാതാവിൻ്റെ വണക്കമാസത്തിൻ്റെ ഭാഗമായുള്ള വചനവേദിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കിനിൽ നിറവേറട്ടെ. ലൂക്കയുടെ സുവിശേഷം 1-38 വാക്യത്തെക്കുറിച്ചുള്ളതാണ്. ഈ വചനം അമ്മയുടെ വിശ്വാസത്തിൻ്റെ ഉന്നതമായ പ്രകടനമാണ്. ദൈവത്തിൻ്റെ ദൂതനായ ഗബ്രിയേൽ മാലാഖ അവളോട് ദൈവത്തിൻ്റെ പദ്ധതി അറിയിച്ചപ്പോൾ മാനുഷികമായി ചിന്തിച്ചാൽ സംശയങ്ങളും ഭയങ്ങളും നിറഞ്ഞ ഒരു വലിയ സാഹചര്യമായിരുന്നു. എന്നാൽ മറിയം അതെല്ലാം മറികടന്ന് പൂർണ്ണമായ വിശ്വാസത്തോടും സമർപ്പണത്തോടും കൂടിയാണ് ഈ വാക്കുകൾ ഉച്ചരിച്ചത്. ഈ വചനത്തിൽ നമ്മൾ കാണുന്നത് സമർപ്പണം, വിശ്വാസം, അനുസരണം എന്ന 3 വലിയ ആത്മീയ ഗുണങ്ങളാണ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ അവൾ തൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിനെ ഏൽപ്പിച്ചു. നിന്റെ വാക്കിനിൽ നിറവേറട്ടെ എന്നത് തൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന സമ്പൂർണ്ണ സമ്മതമാണ്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും പ്രശ്നങ്ങൾ, അനിശ്ചിതത്വങ്ങൾ, ഭയങ്ങൾ വരും. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ പദ്ധതികൾ മനസ്സിലാകാതെ പോകാം. പക്ഷേ മറിയത്തിൻ്റെ ഈ വാക്കുകൾ നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാ സാഹചര്യങ്ങളും ദൈവത്തെ വിശ്വസിക്കുക എന്നുള്ളതാണ്. മറിയം വലിയ കാര്യങ്ങൾ ചെയ്തത് കൊണ്ടല്ല ദൈവം അവളെ തിരഞ്ഞെടുത്തത്. അവൾക്ക് ഉണ്ടായിരുന്നത് തുറന്ന ഹൃദയവും വിനയവും ദൈവത്തിൽ പൂർണ്ണ വിശ്വാസവുമായിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മഹാപദ്ധതി അവളുടെ വഴി നടപ്പിലായത്. അതിനാൽ നമുക്കിന്ന് മറിയത്തോടൊപ്പം പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിലും നിന്റെ വാക്ക് നിറവേറട്ടെ. എൻ്റെ ഭയങ്ങൾക്കപ്പുറം ഞാൻ നിന്നിൽ വിശ്വസിക്കുവാൻ എന്നെ സഹായിക്കണമേ. മറിയത്തിൻ്റെ അതേ എന്നൊരു ചെറിയ മറുപടി ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വാതിൽ തുറന്നു. അതുപോലെ നമ്മുടെ ചെറിയ അതേകളും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾക്ക് കാരണമാകാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ.